മഴതോരും മുമ്പേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിയോട് അലീന സത്യങ്ങളെല്ലാം പറയുകയാണ്. ബാലചന്ദ്രൻ സാറ് ഞാൻ വൈജയന്തി മേഡത്തിൻ്റെ മകളാണ് എന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലൂടെയാണ് അത് മനസ്സിലാക്കിയത്. അതിനുശേഷം സാറിന് എന്നോട് വളരെയധികം സ്നേഹമാണ്. അതിനുശേഷമാണ് വൈജയന്തിയോട് ഇത്രയും ദേഷ്യമായത് എന്നുള്ള കാര്യമൊക്കെ അലീന രേവതിക്കുട്ടി ചോദിക്കുന്ന സമയത്ത് തുറന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ആകെ സങ്കടത്തിലാവുന്നുണ്ട്. കാരണം അവരുടെ ജീവിതം നല്ല രീതിയിൽ പോയതായിരുന്നു. ഇതറിഞ്ഞപ്പോൾ അത് നശിച്ചല്ലോ എന്നുള്ള ആ ഒരു ഇത് മനസ്സിൽ ഇങ്ങനെ വല്ലാണ്ട് വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. അങ്ങനെ ഇക്കാര്യത്തെക്കുറിച്ച് നമ്മുടെ മാമച്ചായനോടും ഗ്രേസി അമ്മയോടും രേവതിക്കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ടാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്താവോ എന്തോ അവരുടെ ജീവിതം നല്ല രീതിയിലാവുമോ? വൈജയന്തി മേടാണെങ്കിൽ ഇതൊന്നും അറിയാതെയാണല്ലോ ഓരോന്ന് പറഞ്ഞ് കൂട്ടുന്നത്. ഇനി പൊട്ടിത്തെറിച്ച് അവരെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഒരു പേടിയും ഗ്രേസി അമ്മയ്ക്കും മാമച്ചായനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ എന്താ നടക്കാൻ പോകുന്നത് ഒന്നും അറിയില്ല. ബാലചന്ദ്രൻ സാർ എന്തായാലും ഒരു നടക്ക് വിടുന്ന ലക്ഷണമില്ല, അങ്ങനെയാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ മനു ആ തറവാട്ടിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ സാറോട് സംസാരിക്കുന്നുണ്ട്. എന്താ അവർ വന്നിട്ട് അങ്ങനെ തിരിച്ചു പോയത്? അവർ കൊലകുലിക്കൊക്കെ വന്നായിരുന്നല്ലോ, പക്ഷേ എന്തോ കാര്യം അങ്കിള് പറഞ്ഞത് കേട്ടിട്ടാണ് അവർ പിന്തിരിഞ്ഞതും അവർ പേടിച്ച് നിൽക്കുന്നതും. പിന്നെ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടു. എന്താ അങ്ങനെ സംഭവിച്ചത്? ഒന്നും കാണാതെ ബാലചന്ദ്രൻ അങ്കിൾ എന്തായാലും അവരോട് ഇങ്ങനെ പെരുമാറില്ല. പ്രത്യേകിച്ച് എന്തൊക്കെയോ കാര്യത്തെക്കുറിച്ച് അവർ പേടിക്കുന്നുണ്ട്, പക്ഷെ അത് തുറന്ന് പറയുന്നുമില്ല. എന്താ സംഭവിച്ചത് അങ്കിൾ എന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട്. ആദ്യമൊന്നും ബാലചന്ദ്രൻ പറയാൻ കൂട്ടാക്കിയില്ല, പിന്നീട് പറയുന്നുണ്ട്. എന്തായാലും മോനെ ഇതേക്കുറിച്ച് സത്യങ്ങൾ അറിയണം, മനസ്സിലാക്കണം. ഞാൻ എന്തിനാണ് വൈജയനോട് ഇങ്ങനെ പെരുമാറുന്നത്? അതും രാജീവനും അവരൊക്കെ വന്ന സമയത്ത് അവരോട് എന്തിനാണ് മോശമായിട്ട് പെരുമാറിയത് എന്നുള്ള സത്യം മോനെങ്കിലും അറിയണം. ഇവിടെ മറ്റാർക്കും അറിയില്ല. കൃഷ്ണമോള് ഇങ്ങനെ പേടിച്ച് കളിച്ചപ്പോഴും എന്നെ ചോദ്യം ചെയ്യാമെന്നപ്പോഴും കൃഷ്ണമോളോട് ഞാൻ പറഞ്ഞിരുന്നു. കാരണം അവൾക്ക് അലീനയും ഭയങ്കര ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഞാൻ അവളോട് തുറന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മോനും ഈ സത്യം അറിയണം. അലീന ആരാണ് എന്നുള്ളത് അറിയാമോ? നമ്മുടെ വൈജയന്തി 22 വർഷങ്ങൾക്ക് മുമ്പ് പിഴച്ച് പ്രസവിച്ച മകളാണ് അലീന. അവൾ അമ്മയെ കാണാനാണ് വന്നത്. ഒരു നോക്ക് കാണാൻ അമ്മയും അച്ഛനും ഇല്ലാത്ത ഒരു പാവം കുട്ടിയാണ്. സ്വന്തം അമ്മ അടുത്തുണ്ടായിട്ട് പോലും അതിനെ സ്നേഹിക്കാനോ ഒന്നും പറ്റുന്നില്ല. പിന്നെ തിരിച്ച് എൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്നെ വൈജയന്തി ചതിക്കുകയായിരുന്നു. ഇത്രയും കാലമായിട്ട് ഇതേക്കുറിച്ചൊന്നും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ അസലായിട്ട് ചതിക്കുകയായിരുന്നു. എല്ലാവരും കൂടെ എൻ്റെ തലയിൽ കൊണ്ട് കെട്ടിവെച്ചതാണ്. എല്ലാവരും കൂടെ എന്നെ ചേർന്ന് ചതിക്കുകയായിരുന്നല്ലോ എന്നുള്ള ഒരു സത്യം ബാലചന്ദ്രൻ തുറന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ആകെ പൊട്ടിത്തെറിച്ച് സങ്കടം വിങ്ങിപ്പൊട്ടി ബാലചന്ദ്രൻ സാറെ കെട്ടിപ്പിടിച്ചിട്ട് കരയുകയാണ് മനു. എന്നിട്ട് അങ്കിളിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഇതേ ചെയ്യുകയുള്ളൂ. ചിലപ്പോൾ ഇതായിരിക്കില്ല അങ്കിൾ ഇങ്ങനെയെങ്കിലും നല്ല രീതിയിൽ സമാധാനത്തോടു കൂടെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, പക്ഷെ ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല സംഭവിക്കുക. എന്തായാലും അങ്കിളിന് ഇങ്ങനെയൊക്കെ അല്ലേ ചെയ്തിട്ടുള്ളൂ. ഏതായാലും അങ്കിൾ ഇതറിഞ്ഞത് ആൻറ്റി അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പം ഇല്ല, ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ അവൾ കുറച്ചൊക്കെ അങ്ങനെ അനുഭവിക്കണം. ഇനി വൈജയന്തിക്ക് എൻ്റെ ഭാഗത്ത് നിന്നോ ഒരു ഇതും പ്രതീക്ഷിക്കേണ്ട. പാവം അലീനയെ ഞാൻ എൻ്റെ മകളായി അംഗീകരിക്കും. അവൾക്ക് ഒരച്ഛൻ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും. കാരണം ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു, അതിനെ ജനിപ്പിച്ചവർ തെറ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മനുവാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അലീന ഇക്കാര്യത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, ഒരു സൂചനയും തന്നിട്ടില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷൻ മനുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ നേരെ അലീനയുടെ അടുത്ത് പോയിട്ട് ചില ചോദ്യങ്ങൾ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ആ ചോദ്യങ്ങൾ കേട്ടപ്പോൾ തന്നെ അലീനയ്ക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. മനു എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇനി എല്ലാം തുറന്ന് പറയുന്നതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് അലീന.